നാഴിക്കൊണ്ടളക്കുന്നവൻ ഊഴിയെ നാഴിക്കൊണ്ടളക്കുന്നവൻ ഊഴിയെ നാഴിക്കൊണ്ടളക്കുന്നവൻ മാറത്തു പൊൻകച്ച അണിഞ്ഞവനെ കണ്ടുപോയി പ്രിയനെ കേട്ടുപോയി സ്വരം ഓളങ്ങളെ തിരമാലകളെ കണ്ടുപോയി പ്രിയനെ കേട്ടുപോയി സ്വരം ഒരു വാക്കിനാലവൻ ഒരു വാക്കി ലോകം പ്രവൃത്തികളെല്ലാം ശ്രേഷ്ഠമല്ലോ ഒരു വാക്കിനാലവൻ ഒരു വാക്കി ലോകം പ്രവൃത്തികളെല്ലാം ശ്രേഷ്ഠമല്ലോ മരണത്തെ ജയിച്ചവൻ മഹത്വത്തിൽ വസിപ്പവൻ മരണത്തെ ജയിച്ചവൻ മഹത്വത്തിൽ വസിപ്പവൻ ആദിയും അന്ത്യവും ആയവനെ കണ്ടുപോയി പ്രിയനെ കേട്ടുപോയി സ്വരം ഓളങ്ങളെ തിരമാലകളെ കണ്ടുപോയി പ്രിയനെ കേട്ടുപോയി സ്വരം ഓളങ്ങളെ തിരമാലകളെ കണ്ടുപോയി പ്രിയനെ കേട്ടുപോയി സ്വരം ഓളങ്ങളെ തിരമാലകളെ Amen.
जैसा कोई नहीं है। 80 नहीं 100 दिन दुनिया घुमा है, नहीं कहीं तेरे जैसा कोई नहीं। मैं गाया जहां भी बस तेरी याद थी, जो मेरे साथ थी मुझको तड़पाती रुलाती। सबसे प्यारी तेरी सूरत, प्यार है बस तेरा प्यार ही। माँ तुझे सलाम, माँ तुझे सलाम, अम्मा तुझे सलाम। वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम। वंदे मातरम। तू ही रब है, तू ही सब है, तू ही कल था, तू ही अब है, तू ही सबसे अलग है। तू ही रब है, तू ही सब है, तू ही कल था, तू ही अब है, तू ही सबसे अलग है। करते हैं तुझको हम सलाम, सबसे ऊंचा है जो नाम, उसको करते हम प्रणाम। सबसे ऊंचा है जो नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम, यीशु नाम। பரலோக தேவன் பாரில் பிறந்தார், புகழ உண்ணா புதுமை. உலகில் அவர் பெயர் கேட்டிட இனிமை, உன்னதத்தில் மகிமை. பரலோக தேவன் பாரில் பிறந்தார், புகழ உண்ணா புதுமை. உலகில் அவர் பெயர் கேட்டிட இனிமை, உன்னதத்தில் மகிமை. மகிமை 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 மகிமை. பிறந்தார் 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 பிறந்தார். மகிமை 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 மகிமை. பிறந்தார் 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 பிறந்தார்.
மரத்தில் தூதர் பாடிட பாரில் தீர்க்க தேடிட மரத்தில் தூதர் பாடிட பாரில் தீர்க்க தேடிட அழகை அதிர்த்து நட்டுங்கிட அவன் நீயோர் மனம் மகிழ்ந்திட அழகை அதிர்ந்து நட்டுங்கிட அவன் நீயோர் மனம் மகிழ்ந்திட பரலோக தேவன் பாரில் பிறந்தார் புகழவும் நாம் புதுமை உலகில் அவர் பெயர் கேட்டிட இனிமை உன்னதத்தில் மகிமை 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 பிறந்தார் 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 மகிமை 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 பிறந்தார் 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 மகிமை 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 பிறந்தார் 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 ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ചോദിക്കാം ആർക്കെങ്കിലും ആ സ്വാതന്ത്ര്യം വേണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾ പണം മുടക്കില്ലാതെ, പൈസ ചെലവില്ലാതെ, മല കയറാതെ, നേർച്ച കാഴ്ചകൾ കഴിക്കാതെ, പുണ്യകർമ്മങ്ങൾ ചെയ്യാതെ, ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട്, നിൽപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം കരസ്ഥമാക്കാനായിട്ട് കഴിയും. ഒറ്റക്കാര്യം ഒരു ഭാവിയാണ്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അങ്ങ് മരിച്ചു, അങ്ങ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അങ്ങനെ ചേർപ്പാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് താങ്കൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. വിശുദ്ധ ബൈബിൾ പറയുന്നു, ഇത്ര സൗജന്യമായ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ വരുന്ന ന്യായവിധിയിൽ നിന്നും എങ്ങനെ തെറ്റുകയും. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കത് പ്രാപിക്കേണ്ടുന്നതിന് ഒരു ദിവസം ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, മരണം യാഥാർത്ഥ്യമാണെങ്കിൽ, ജനനം യാഥാർത്ഥ്യമാണെങ്കിൽ, മരണം യാഥാർത്ഥ്യമാണെങ്കിൽ, ന്യായവിധി യാഥാർത്ഥ്യമാണ്.
അടുത്തുമകലയുമായി ഇതര സ്ഥാപന രംഗമ സ്ഥലങ്ങളിലും കച്ചവട കെട്ടിടങ്ങളിലും വഴിയാത്രകളിലും വാഹനങ്ങളിലും മറ്റും ഇരുന്ന് ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകല മാന്യ ശ്രോതാക്കൾക്കും ഒന്നുകൂടെ ഉദയംകുളങ്കര പട്ടണത്തിലെ പ്രബുദ്ധരായ നിവാസികൾക്ക് എൻ്റെ ക്രിസ്തീയ പ്രഭാതവന്ദനങ്ങൾ. എനിക്ക് മുൻ സംസാരിച്ചവർ പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് യാതൊരു മതത്തിന്റെയോ രാഷ്ട്രീയ തത്വപ്രത്യയശാസ്ത്രങ്ങളുടെയോ നിഴലിലല്ല, മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞ യാഥാർത്ഥ്യം, ഞങ്ങൾ അറിഞ്ഞ സത്യം നിങ്ങളുമായി പങ്കുവെക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ആരും ദയവായി നിങ്ങളെ മതത്തിന്റെയോ രാഷ്ട്രീയ തത്വപ്രത്യയശാസ്ത്രങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നോക്കി കാണാനെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ഇന്ന് ഓഗസ്റ്റ് 15-ാം തീയതി 78ാമത്തെ സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് ഞാൻ നിങ്ങളും ചോദിക്കേണ്ട സമയങ്ങളാണിത്. കാരണം ചില നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവമാണ്. ഒരു മകൻ സ്വന്തം അപ്പനെയും അമ്മയെയും സഹോദരിയെയും വെട്ടുനുറുക്കി കൊന്നുകളഞ്ഞു. ചില നാളുകൾക്ക് മുമ്പ് അതുപോലെ തന്നെ പാറശാലയിൽ ഒരു കാമുകന് വിഷം കലർത്തിയ പാനീയം കൊടുത്തു കൊന്നു. അവിടെയും തീർന്നില്ല. അധാർമികതയുടെ അടിത്തട്ടിൽ മനുഷ്യൻ അഴിഞ്ഞാടുന്ന ഈ കാലയളവിൽ സ്വാതന്ത്ര്യം എന്തിനും ഏതിനും എങ്ങനെ ഉപയോഗിക്കാമെന്നൊരു ധാരണയിൽ മാനവജാതി മുന്നോട്ട് പോകുമ്പോൾ പ്രിയരെ, ഞാനും നിങ്ങളും ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം, നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്തിൻ്റെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിനെന്തെങ്കിലും പ്രാധാന്യതയുണ്ടോ? പ്രിയരെ, ഒരുപാട് പ്രാധാന്യതയുള്ളതാണ് ഈ സ്വാതന്ത്ര്യം. കാരണം ഒട്ടനവധി പേർ തങ്ങളുടെ ജീവൻ നൽകി എനിക്ക് നിങ്ങൾക്ക് നേടിത്തന്നതാണ് ഈ സ്വാതന്ത്ര്യം. അതിനെ ഞാനും നിങ്ങളും അവസരവാദികളായി തോന്നുന്നത് പോലെ ഉപയോഗിച്ച് കളയാതെ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന ബോധത്തോടുകൂടെ നമ്മുടെ രാഷ്ട്രത്തോട് സ്നേഹത്തോടും ബഹുമാനത്തോടും നമ്മുടെ നാടിനെ ഉന്നമനത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ടതിന് അശ്രാന്തം പരിശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും വേണം. എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ഇന്ന് ആ ബോധമില്ലാത്ത ഒരു യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അമ്മയെയും പെങ്ങളെയും സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം നികൃഷ്ടമായ പ്രവർത്തികൾ കൈനീട്ടുന്നു എന്നുള്ളതിന് ഞാനും നിങ്ങളും സാക്ഷികളാണ്. കഴിഞ്ഞ ദിവസം ഫ്ലവേഴ്സ് 24-ന്റെ വാർത്താ മാധ്യമത്തിൽ വന്നൊരു വാർത്ത പറഞ്ഞ് ഞാൻ എൻ്റെ ആശയക്ക് മുന്നിലേക്ക് പോകട്ടെ. സ്വന്തം മകനെ ഉള്ളതെല്ലാം വിട്ടുപിറക്കി ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ അയച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ മകൻ നാട്ടിലേക്ക് മടങ്ങി വന്നു. മയക്കുമരുന്നിന് അടിമയായവൻ ചില നാളുകൾ മുന്നിലേക്ക് പോയി. തനിക്ക് ഉണ്ടായിരുന്ന സകലതും നഷ്ടപ്പെട്ടു. പിന്നെയും തന്നോട് കാശ് അഭ്യർത്ഥിച്ചു. തന്നാൽ കഴിയുന്ന രീതിയിലൊക്കെയും മകനെ രക്ഷിക്കേണ്ടതിന് ആ പിതാവും മാതാവും ശ്രമിച്ചു. അവസാനം ഒന്നിനും നിവൃത്തിയില്ലാതെ മകൻ മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമയായി മാറിയപ്പോൾ അപ്പനും അമ്മയും ഒരു തീരുമാനമെടുത്തു, ഈ ഭൂമിയിൽ ഞങ്ങൾക്കിന്ന് ജീവിക്കണ്ട. അങ്ങനെ ഒരു കാറിനകത്ത് ആ അപ്പനും അമ്മയും കത്തിക്കരിഞ്ഞ വാർത്ത ഞാനും നിങ്ങൾ വായിച്ചു കേട്ടിട്ടുണ്ടായിരിക്കാം. സ്വാതന്ത്ര്യമുണ്ടെന്ന്, എന്തുമേതും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമായി യുവതലമുറകളും മറ്റുള്ളവരും കരുതുന്ന ഈ സ്വാതന്ത്ര്യത്തെ പ്രിയരെ, എനിക്ക് നിങ്ങൾക്കും തോന്നിയതുപോലെ ചെലവഴിക്കാനല്ല പലരും അവർ രക്തം ചിന്തി എനിക്ക് നിങ്ങൾക്കും വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഞാനിത് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. 2018-ാം ആണ്ട് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാനും ഇങ്ങനെ അസ്വാതന്ത്ര്യത്തിൽ കടന്നുപോയവനാണ്. അതിന് തൊട്ട് മുമ്പായി ഉദയംകുളങ്ങര പട്ടണത്തെക്കുറിച്ച് 1-2 വാക്കുകൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ അമ്മ ഏതുകൊണ്ടാണ് സ്വദേശിയാണ്. കൂടുതൽ ബന്ധങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഉദയംകുളങ്ങര ചന്തയിലെ ഒരു പ്രധാനിയായിരുന്നു എൻ്റെ അപ്പച്ചൻ. അതുകൊണ്ട് തന്നെ ഈ പട്ടണത്തെക്കുറിച്ച് ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. രാഷ്ട്രീയത്തിന് വേണ്ടി ബലി കൊടുക്കപ്പെട്ടതും ബലി കൊടുത്തതും 1-2 പേരല്ലെന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പായി പറയാൻ കഴിയും. മതത്തിന് വേണ്ടി ചോര ചിന്തിയത് 1-2 പേരല്ലെന്ന് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പോടെ പറയാൻ കഴിയും. അങ്ങനെയുള്ള ഈ ഉദയംകുളങ്ങര പട്ടണത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്വാതന്ത്ര്യം ഒരുവന്റെ ജീവനെ അപഹരിക്കാൻ വരെ തുനിയുന്ന ഈ യുവതലമുറയോട് ഞാൻ പറയട്ടെ, സ്വാതന്ത്ര്യം യഥേഷ്ടം തോന്നിയതുപോലെ ചിലവഴിക്കാനുള്ള ഒന്നല്ല പ്രിയരെ. എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ എന്ന സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. 2018-ാം ആണ്ട് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാനും അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിച്ചവനാണ്. എന്നാൽ രാവിലെ 6:15 സമയത്ത് ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്ററുകൾക്ക് മാത്രം താഴെ ദൂരമുള്ള അമരമള താന്നിമുട് വെച്ച് ഒരു ടാങ്കർ ലോറി എൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയപ്പോൾ
ഞാൻ മനസ്സിലാക്കി, ഈ ജീവിതം എന്ന സ്വാതന്ത്ര്യത്തിന് വിലയുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം കൂടെ ആയിട്ടാണ്. വിഷയം വിസ്തൃതം, സമയം ചുരുക്കം, അതുകൊണ്ട് വേഗത്തിൽ ഞാൻ ഒറ്റവാക്കിൽ ആശയങ്ങൾ കൈമാറാം. ജീവിതത്തിൽ യഥേഷ്ടം സഞ്ചരിക്കാമെന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ പോകുന്നില്ലേ? പക്ഷേ രംഗബോധമില്ലാത്ത കോമാളിയായി നിങ്ങളുടെ അടുക്കലേക്ക് ഏതു സമയം എത്തിച്ചേരാൻ കഴിയുന്ന ഒന്നുണ്ട്, മരണമെന്ന യാഥാർത്ഥ്യം. ആ നുഖത്തിൽ ഏവനും അടിമപ്പെട്ടു പോകും. പാണ്ഡിത്യമുള്ളവനെന്നോ പാണ്ഡിത്യമില്ലാത്തവനെന്നോ, കുബേരനെന്നോ കുചേരനെന്നോ, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഏതൊരുവനെയും ആട്ടിക്കളയാൻ കൽപ്പുള്ള മരണം. ഇന്ന് സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോളം ഇങ്ങോളം ഓടിയലയുമ്പോൾ പ്രിയരെ, ഞാനും ആ മരണത്തെ മുഖാമുഖം കണ്ടവനാണ്. നിങ്ങളെ വെല്ലുവിളിച്ചല്ല ഞാൻ പറയുന്നത്, എങ്കിലും ഞാൻ പറയാം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വന്നാൽ ഞാൻ അടയാളം കാണിച്ചു തരാം. 1.5 വർഷക്കാലം എൻ്റെ വൻകുടൽ തുറന്ന് പുറത്തു വച്ചിരുന്നു. എൻ്റെ ഇടത്തെ കാലിലെ മാംസമൊക്കെ എടുത്ത് ഡോക്ടേഴ്സ് കളഞ്ഞു. ഇങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അസ്വാതന്ത്ര്യത്തിൻ്റെ പടുകുഴിയിലായിരുന്ന എനിക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഈ ലോകത്തിൽ നിങ്ങൾ പറയുന്ന ഒരു മതങ്ങളും വന്നെത്തിയില്ല. നിങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരും എൻ്റെ അടുക്കൽ വന്നില്ല. ഒരു തത്വശാസ്ത്രജ്ഞന്മാരും എൻ്റെ അടുക്കൽ വന്നില്ല. പക്ഷേ എൻ്റെ തലയ്ക്ക് മീതെ ഉദിച്ചു നിൽക്കുന്ന ഉദയസൂര്യനെ പോലെ യാഥാർത്ഥ്യമായ ഒരു സ്വാതന്ത്ര്യം എൻ്റെ ആശുപത്രി കിടക്കയിൽ ഇറങ്ങി വന്നു. യേശു എന്നാണ് ആ സ്വാതന്ത്ര്യത്തിന്റെ പേര്. ഞാൻ പ്രാരംഭമേ പറഞ്ഞു, ഒരു മതപ്രഭാഷണമല്ല ഇത്, രാഷ്ട്രീയ ചിന്തയുമല്ല പ്രിയരെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. 4 പ്രാവശ്യം ഡോക്ടേഴ്സ് മാറി മാറി പറഞ്ഞു, ഇന്നത്തെ രാത്രി ഞാൻ താണ്ടുകയില്ല. മെഡിക്കൽ റിപ്പോർട്ട്സ് ഇപ്പോഴും കൈവശമുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ സ്വതന്ത്രരാണെന്ന് തോന്നി യാത്ര ചെയ്യുന്നുവെങ്കിൽ, ജീവിതം തോന്നിയതുപോലെ നിങ്ങൾ ആകുന്നുവെങ്കിൽ, മദ്യപാനത്തിലും മയക്കുമരുന്നിലും ഇതര ധാർമ്മികതയിലും നിങ്ങൾ അഴിഞ്ഞാടുമ്പോൾ, പ്രിയരെ ഞാനൊരു കാര്യം പറയട്ടെ, അത് സ്വാതന്ത്ര്യമല്ല. നിങ്ങൾ അടിമനുഖത്തിലാക്കാൻ മരണമെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതിനു മുൻപായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനൊരു മാർഗമുണ്ട്. ആ മാർഗമാണ് ഞങ്ങൾ എന്ന് വിളിച്ചു പറയുന്നത്, യേശു എന്ന മാർഗം. എന്താ യേശു ഈ മാർഗക്കാരനായത്, എന്താ ഈ മാർഗത്തിൻ്റെ ഉടയവനായത്? ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഈ പറയുന്ന പല മതങ്ങളും ഞാൻ അഭ്യസിച്ചു നോക്കി. പല രാഷ്ട്രീയക്കാരന്മാരുടെ അടുക്കലേക്ക് ഞാൻ ചെന്നെത്തി. ഈ ഉദയംകുളങ്ങര പട്ടണത്തിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുക്കലേക്ക് സഹായത്തിന് വേണ്ടി എൻ്റെ അപ്പനും അമ്മയും നിറകണ്ണുകളുടെ കൈ നീട്ടിയിട്ടുണ്ട്. തിരിഞ്ഞു പോലും നോക്കാതെ അവർ നടന്നു നീങ്ങി. ഞാൻ പറയട്ടെ, അങ്ങനെ നിങ്ങൾ അടിമത്തത്തിലായിരുന്നാലും നിങ്ങളെ സ്വതന്ത്രമാക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവുണ്ട്. അതിന് നിങ്ങൾ മതം മാറണ്ട, രാഷ്ട്രീയം മാറണ്ട, വർഗം മാറണ്ട. നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു വ്യത്യാസം വന്നാൽ മതി. സ്വാതന്ത്ര്യം യഥേഷ്ടം നിങ്ങൾ ആഘോഷിക്കുമ്പോൾ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ടോ? വേദപുസ്തകത്തിൽ ഒരു സൂക്തം ഇപ്രകാരമുണ്ട്, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് ശരികൾ ഒട്ടനവധിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വിദൂരതയിൽ പഠിക്കണം, അതവരുടെ ശരിയാണ്. എന്നാൽ അവിടെ പോയി മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാകുന്നവർ, എന്തിന് നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ഇങ്ങനെയാകുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലല്ലേ ചെയ്തു കൂട്ടുന്നത്? പ്രിയരെ, യഥാർത്ഥ സ്വാതന്ത്ര്യം അതല്ല. തൊട്ടടുത്ത് അയൽവക്കത്തുള്ളവനെയും നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് ഒരു ഗുരു പറഞ്ഞു. അതാണ് സ്വാതന്ത്ര്യം. അടുത്തവനെ കൊന്നുകളയാനല്ല, അടുത്തവന് വേണ്ടി ദുഷ്ടത ആലോചിക്കാനല്ല. നിങ്ങൾ ഇന്ന് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ സ്വാതന്ത്ര്യം കൈവശമാക്കാൻ നിങ്ങൾക്ക് 1 രൂപ ചെലവില്ല. നിങ്ങളെപ്പോലെ പലയിടത്തും ഞാനും കൈനീട്ടിയവനാണ്. വൈ ഡോണ്ട് യു ട്രൈ ജീസസ്? എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ പരിശ്രമിച്ചുകൂടാ? നിങ്ങളുടെ അടുക്കലേക്ക് ഇന്ന് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ ആശുപത്രി കിടക്കയിൽ എൻ്റെ ശരീരത്തിൻ്റെ 4 ദ്വാരങ്ങളിലൂടെ എൻ്റെ യൂറിൻ പുറത്തുപോയി. എനിക്കിന്ന് ജീവിക്കാൻ ഒരു പ്രതീക്ഷയുമില്ല. എഴുന്നേറ്റ് നടക്കുമെന്ന് പോലും ഒരു പ്രതീക്ഷയില്ലാതെ ഞാനായിരുന്ന കാലത്ത് എനിക്ക് സ്വാതന്ത്ര്യം തന്നൊരു ക്രിസ്തു കൊണ്ട്. നിങ്ങൾ ഏത് അസ്വാതന്ത്ര്യത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് അടിമനുഖത്തിലായിരുന്നാലും നിങ്ങളെ സ്വാതന്ത്രരാക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവുണ്ട് പ്രിയരെ. മതമല്ല, രാഷ്ട്രീയമല്ല, തത്വചിന്തകളല്ല, ജീവിതത്തിലൊരു വ്യത്യാസം വരേണ്ടതിന്. അങ്ങനെ 78ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഞാനും നിങ്ങളും ഒരുപോലെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് സന്തോഷിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തെ ഓർത്ത് സന്തോഷിക്കുമ്പോൾ, ആനന്ദിക്കുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ, ആഘോഷിക്കുമ്പോൾ, പ്രിയരെ, ജീവിതത്തിനകത്തും യഥാർത്ഥ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ആ ക്രിസ്തുവിലൂടെ യഥാർത്ഥ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചറിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടും ക്ഷമയോടും ഈ ചെറിയൊരു സാക്ഷ്യം
ശ്രവിച്ച എല്ലാ ഉദയംകുളങ്ങര ദേശനിവാസികളോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇനിയൊരു ചില നിമിഷങ്ങൾ കൂടെ ക്ഷമയോട് സ്നേഹത്തോട് ഞങ്ങളെ ശ്രവിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം, ഒരു വളരെ മനോഹരമായ ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു സന്ദേശം പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങളുടെ മധ്യത്തിൽ അതിഥിയായ ഒരു ദൈവദാസനുണ്ട്. അതും കേട്ട് മാത്രമേ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങാവൂ. ദയവായി ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രക്ഷകൻ വിളിച്ചാൽ പോയേ തീരൂ. ആയിരം ആയിരം അരികിലുണ്ടെങ്കിലും രക്ഷകൻ വിളിച്ചാൽ പോയേ തീരൂ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂവിനെ പോ. ഈ ലോകമെല്ലാം നേടിയാലും വെയിലിൽ വാടുന്ന പൂവിനെ പോ. വെയിലിൽ വാടുന്ന പൂവിനെ പോ.
പകൽക്കാലം വിശുദ്ധിയായി നിങ്ങൾക്ക് മുഖ്യ സന്ദേശം നൽകുവാനായി ഞങ്ങളുടെ മധ്യത്തിലുള്ള കർത്താവിന്റെ ദാസൻ അജിത് കുമാർ നിങ്ങളോട് ചെറിയൊരു സന്ദേശം അറിയിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ദയവായി ശ്രദ്ധിക്കണം, ദയവായി ശ്രവിക്കണം. ഞങ്ങളെ ഇങ്ങനത്തെ സന്ദേശങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി ഞങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം പകർന്നു തന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ചങ്കുറപ്പോടെ വിളിച്ചു പറയുന്നു, ഉദയൻകുളങ്ങര ദേശത്തെ അനുഗ്രഹിപ്പാൻ, ഈ ദേശത്തിലെ ജനത്തിന് സമാധാനം, സന്തോഷം, സ്വസ്ഥത, അതുപോലെ തന്നെ ഇന്ന് നാം എല്ലാവരും ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ഇടയായിത്തീരും. അത് ശ്രവിപ്പാൻ, അത് ഉൾക്കൊള്ളുവാൻ, കൈക്കൊള്ളുവാൻ എൻ്റെ മാന്യ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം ഇന്ന് അനേക വർഷങ്ങൾ കാത്തിരുന്നതും അധ്വാനിച്ചതും സമരം ചെയ്തതും അക്ഷീണം പരിശ്രമിച്ചതുമായ രാഷ്ട്രീയ സാമൂഹിക സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതും ഇന്ന് ജീവിക്കുന്നതും ഇത്രത്തോളം നമ്മുടെ രാജ്യം വളർന്നതും ഉന്നതത്തിൽ എത്തിച്ചേർന്നതും ഒക്കെ നമ്മുടെ പിതാമഹന്മാർ പലരും രക്തം കൊടുത്തതും വിയർപ്പ് തുള്ളി ഒഴുക്കിയതും ജീവൻ കൊടുത്തതും കണ്ണുനീരൊഴുക്കിയതുമായ അതിന്റെ വിലയാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്ന് നമ്മൾ ധാരാളം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്, ധാരാളം മോചനം അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ധാരാളം വിമോചന സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അനേക വിദേശീയര്, സമൂഹങ്ങൾ, രാഷ്ട്രങ്ങൾ, ഭാഷക്കാർ നമ്മെ കീഴടക്കിയതും നമ്മെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നതും നമ്മെ ചൂഷണം ചെയ്തതുമായ ഒരു സമൂഹമായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ വാസ്തവമായി ചൂഷണത്തിന്റെ വലിയൊരു പരമ്പര തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കേണ്ടതിന്, ഒരു സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിന് വർഷങ്ങൾ അക്ഷീണ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നതും ഈ ഉച്ചസ്ഥായിലെത്തിയതും ഈ സാമ്പത്തിക നന്മകളും ഉയർച്ചകളും ഒക്കെ അനുഭവിക്കുന്നതും. എന്നാൽ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയമായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മറ്റൊരു തരത്തിൽ വേറൊരു അടിമത്വത്തിലേക്ക്, വേറൊരു ചൂഷണത്തിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുന്നു എന്നും അടിമപ്പെട്ടിരിക്കുന്നു എന്നും യഥാർത്ഥമായി ചിന്തിക്കുന്ന, യാഥാർത്ഥ്യത്വ ബോധത്തോടുകൂടെ ജീവിക്കുന്ന പലർക്കും അറിയാം. സാമ്പത്തിക മോചനം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ശാരീരികമായ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായ മോചനം ഉണ്ടായിട്ടുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആശയപരമായ സ്വാതന്ത്ര്യവും മോചനവും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ, പല തലങ്ങളിലും നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അതിപ്രധാനപ്പെട്ട, മറ്റെല്ലാം ആവശ്യമാണെങ്കിലും ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എപ്പോഴും ഒരാൾ മറ്റൊരാളിനെ അടിമപ്പെടുത്തുന്നത് അവരെ ചൂഷണം ചെയ്യുവാനാണ് എന്ന് നമുക്കറിയാം. ഇന്നും മനുഷ്യന്റെ ജീവിതത്തിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അനുഭവിക്കുക, മോചനം അനുഭവിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ടത്. കുടുംബങ്ങളിൽ സ്വാതന്ത്ര്യമില്ലെന്ന് ചില തലമുറകൾ നിലവിളിക്കുന്നുണ്ട്. ചില വീട്ടിലെ അമ്മമാര്, ഭാര്യമാർ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിൽ സ്വാതന്ത്ര്യമില്ല. മക്കൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് എങ്ങനെ ഇവിടെ നിന്നും മോചനം കിട്ടും? അവർ പല വഴികളും തേടുന്നതായി മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾക്കറിയാവുന്ന ദിനപത്രം മലയാള മനോരമയിൽ ഒരു പരമ്പര തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റ് പല വിധത്തിലുള്ള ലഹരിക്കും അടിമകളായി ജീവിക്കുന്ന ചെറു കുഞ്ഞുങ്ങൾ. അതുപോലെ ഇന്ന് നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡിവൈസായ മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറുകൾ, അങ്ങനെ തുടങ്ങിയ പലതിനും മൊബൈൽ ഫോണിന് അടിമകളായി തീർന്നിരിക്കുന്നവർ, അതൊരിക്കലും മാറ്റിവെക്കാൻ കഴിയാതിരിക്കുന്നവർ, മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് അപ്പനെ തല്ലിയവൻ, കൊന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് മോചനം വേണം
എനിക്കത് കിട്ടിയാലേ ഒക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ ഇങ്ങനെ തുടങ്ങി. മദ്യം സുലഭമായി നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നുണ്ട്. വിശ്വപ്രസിദ്ധനായ ജോർജ് ബെർണാഡ് ഷാ ഇങ്ങനെ പറയുകയുണ്ടായി, തലച്ചോറിനെ മോഷ്ടിക്കുന്ന ഈ മദ്യത്തെ, ഈ ലഹരിയെ ഞാൻ വായിൽ കൂടെ ഉള്ളിലേക്ക് കടത്തുന്നു, അതെന്നെ പൂർണ്ണമായിട്ട് അടിമപ്പെടുത്തിയിരിക്കുന്നു. നോക്കുക, നമ്മുടെ തലച്ചോറിനെ മോഷ്ടിക്കുന്ന, നമ്മുടെ ചിന്താഗതികളെ, ചിന്താമണ്ഡലങ്ങളെ മോഷ്ടിക്കുന്ന, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഈ മദ്യത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. നോക്കുക, ഉന്നതന്മാർ വരെ ഈ അടുത്ത കാലത്ത് പ്രാർത്ഥനയ്ക്കായിട്ടും കൗൺസിലിങ്ങിനായിട്ടും ഒരു കീർത്തിപ്പെട്ട ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറാണ്, അവർ വിളിക്കുകയാണ്, എനിക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഡ്യൂട്ടിക്ക് പോകും, നേരെ വീട്ടിൽ വരുന്നത് ഫുൾ അബോധാവസ്ഥയിലാണ്. അവരുടെ ഭർത്താവ് പറയുകയാണ്, എനിക്ക് എൻ്റെ ഭാര്യ തിരികെ കിട്ടുമോ, എനിക്ക് മോചനം പ്രാപിക്കാൻ കഴിയുന്നില്ല. അവരുടെ റൂം എന്നെ കാണിച്ചു, അവരുടെ റൂം നിറയെ മദ്യക്കുപ്പികളാണ്, ഒരു സ്വസ്ഥതയില്ല, ബോധമില്ല. അമേൻ, ഒരു ഡോക്ടറാണെന്ന് ഓർമ്മ വേണം. ഞാൻ കണ്ടപ്പോൾ പല നാളുകളായി അവർ കുളിക്കാൻ പോലും സമയമില്ലെന്ന്. അങ്ങനെ രീതിയിൽ ജീവിക്കുന്ന എനിക്ക് മോചനം കിട്ടുമോ? മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിട്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ മദ്യപാന നിമിത്തം ഇതെല്ലാം നഷ്ടമായി, എൻ്റെ കുടുംബം ഛിന്നാഭിന്നമായി, ഞാനിന്ന് അടിമയാണ്. ബുദ്ധിപരമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പ്രൊഫഷണലായിട്ടും ഒക്കെ ഞാൻ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഈ കുടുംബത്തിൽ എനിക്ക് ധാരാളം സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ബൈബിൾ പറയുന്നത് സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കിക്കൊണ്ട്, കള്ളത്തരത്തിന് ചതിക്കും മറയാക്കിക്കൊണ്ട് ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണാം. അങ്ങനെ ഒരു കുടുംബം. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, ചില നാളത്തെ പ്രാർത്ഥനയ്ക്കും കൗൺസിലിങ്ങിനും ശേഷം ആ സ്ത്രീ, ആ ഡോക്ടർ മോചനം പ്രാപിക്കാനിടയായി തീർന്നു. അവരിന്ന് വിളിച്ചു പറയും, അവരുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നു, എന്നെ മോചിപ്പിച്ചത് ഒരു മീമാംസകളല്ല, മതങ്ങളല്ല, ഞാൻ പഠിച്ചതായ വൈദ്യശാസ്ത്രമല്ല, ഞാൻ ശ്രമിച്ചതായ മരുന്നുകളല്ല, പിന്നെയോ എന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു സത്യമുണ്ട്. ഞാൻ സത്യം അറിഞ്ഞു, ആ സത്യം എന്നെ സ്വതന്ത്രയാക്കി. ഞാൻ ഇന്ന് ഫ്രീ ആയിരിക്കുകയാണ്. എനിക്കിന്ന് ധാരാളം സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ കുടുംബം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ കൂട്ടുകാർ അറപ്പോടെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് എൻ്റെ അടുക്കൽ വരാതെ അറപ്പോടെ മാറ്റി നിർത്തിയ ഒരു സമയമുണ്ടായിരുന്നു. ഒരിറ്റ് സ്നേഹമില്ലാതെ, ഒരു ചുംബനം എനിക്ക് തരാതെ എൻ്റെ മക്കൾ എന്നെ മാറ്റി നിർത്തിയ സമയമുണ്ടായിരുന്നു. എന്നാൽ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ, എൻ്റെ ആത്മീകമായ ഒരു സ്വാതന്ത്ര്യം, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്കെല്ലാം തിരികെ കിട്ടി. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. നിങ്ങൾക്ക് അർഹിക്കുന്നതിനപ്പുറമായിട്ടുള്ളത് പലതും നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിലൂടെ തിരികെ കിട്ടുവാനിടയായി തീരും. നിങ്ങളെ ചൂഷണം ചെയ്യുന്നത്, മനുഷ്യന്റെ സ്വഭാവങ്ങളെ ചൂഷണം ചെയ്യുന്നത്, നിങ്ങൾക്കറിയാമോ, ഈ അടുത്ത കാലത്ത് മനുഷ്യക്കടത്തായിട്ട് കേരളത്തിൽ നിന്ന് ബുദ്ധിമാന്മാരായ കുറെ കുട്ടികളെ, കുറെ ചെറുപ്പക്കാരെ വിദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് അവർ അറിയുന്നത്, അവർക്ക് ലക്ഷങ്ങൾ രൂപയാണ് ശമ്പളമായിട്ട് അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അവർ അറിയുന്നത്, അവരുടെ ബുദ്ധി ഉപയോഗിച്ച്, അവരുടെ കഴിവ് ഉപയോഗിച്ച്, അവരുടെ സാമർഥ്യം ഉപയോഗിച്ച് വ്യക്തികളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ, കമ്പനികളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് അവരെ ഹാക്ക് ചെയ്ത് അവരിൽ നിന്ന് പണം സമ്പാദിക്കുക, അവരെ ചൂഷണം ചെയ്യുക, അതിൽ കൂടി കോടീശ്വരന്മാരായി തീരുവാൻ വേണ്ടി ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത ചില പരിപാടികളാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായി, ഞങ്ങൾ അടിമകളായി തീർന്നിരിക്കുന്നു, ഞങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. യഥാർത്ഥ ബുദ്ധിയെ അവർ കവർന്നെടുത്തിരിക്കുകയാണ്. അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടുകൂടെ ഗവൺമെന്റിനെ അറിയിക്കുകയുണ്ടായി. മനസ്സിലാക്കുക, നമുക്ക് ധാരാളം കഴിവുകളുണ്ട്, നമുക്ക് ധാരാളം സാമർഥ്യമുണ്ട്, ആരോഗ്യമുണ്ട്. എല്ലാ തരത്തിലും ഒന്നാം കിടയാണ് എത്തിയിരിക്കുന്നത്. നോർത്ത് ഇന്ത്യ ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ, കേരളത്തിൽ നിന്ന് വന്നെന്ന് പറയുമ്പോൾ അവർ പറയും, 100% എഡ്യൂക്കേഷൻ, എല്ലാ തരത്തിലും ആരോഗ്യത്തില് 100%, ഒന്നാം സ്ഥാനത്ത്.
വിദ്യാഭ്യാസത്തിൽ ഒന്നാം സ്ഥാനത്ത്, എല്ലാ വിധത്തിലും പല കാര്യങ്ങളിലും സംസ്കാരത്തിലും ഒന്നാം സ്ഥാനത്ത്. പക്ഷേ വേറെ പല കാര്യങ്ങളിലും കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് മറന്നു പോകരുത്. ആത്മഹത്യയില് കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇന്ത്യയില്. അതുപോലെ വിവാഹമോചനത്തില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങളില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. മനസ്സിലാക്കണം, ഇങ്ങനെ തുടങ്ങിയാൽ പറയാൻ അറയ്ക്കുന്നതായ, നാവുകൊണ്ട് പറയുവാൻ അറയ്ക്കുന്നതായ പല വിഷയങ്ങളിലും ഞാനും നിങ്ങളും ഒന്നാമതായി നിൽക്കുന്നു, നമ്മുടെ നാട് ഒന്നാമതായി നിൽക്കുന്നു എന്ന് മറന്നു പോകരുത്. എന്താ അതിന്റെ കാരണം? മനുഷ്യന്റെ ജീവിതത്തിൽ അതൃപ്തി. പണം സമ്പാദിച്ചിട്ട് കൊതി തീരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, പണം സമ്പാദിച്ചിട്ട് കൊതി തീരുന്നില്ല. ആമേൻ. വിദ്യാഭ്യാസം സമ്പാദിച്ചിട്ട് കൊതി തീരുന്നില്ല. മനുഷ്യനെ പണമുണ്ടാക്കുന്ന യന്ത്രങ്ങളാക്കി തലമുറകളെ വാർത്തുവിടുന്ന മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കുടുംബജീവിതത്തിൽ എല്ലാവർക്കും പ്രാധാന്യം അവർ പണമുണ്ടാക്കുന്ന വ്യക്തികളായിട്ട് മാറണം, യന്ത്രങ്ങളായിട്ട് മാറണം. ജീവിക്കാൻ സമയമില്ല. ഒരിക്കൽ ബാംഗ്ലൂര് ഒരു ഉയർന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയർ ഇങ്ങനെ പറയുണ്ടായി, സാർ എനിക്ക് 3.5 ലക്ഷം രൂപ ഒരു മാസ ശമ്പളമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ്, 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്. 3.5 ലക്ഷം രൂപ എനിക്ക് ശമ്പളമുണ്ട്. പക്ഷേ 24 മണിക്കൂർ ഞാൻ ജോലിയാണ്. ഉറങ്ങാൻ തന്നെ സമയം കിട്ടുന്നില്ല. അരമണിക്കൂർ പോലും ചിലപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. കമ്പനി എന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല. എൻ്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടി പോകാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ സ്കൂളിൽ പഠിക്കുന്ന അവൻ്റെ പഠനം എങ്ങനെ ഇരിക്കുന്നു നോക്കാൻ കഴിയുന്നില്ല. എപ്പോഴും യാത്രകൾ, എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പ്, എപ്പോഴും കമ്പനിയുടെ ഓഫീസുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു. കാശിനൊരു കുറവുമില്ല. ധാരാളം പണമുണ്ട്. പക്ഷെ ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധ തിരിച്ചു. ഞാനൊന്ന് ആലോചിക്കാൻ തുടങ്ങി, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഓടുന്നത്? ഞാൻ ഇത്രയും പണം സമ്പാദിച്ച് ലക്ഷങ്ങൾ എൻ്റെ ബാങ്കിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? താൻ ചിന്തിക്കാൻ തുടങ്ങി. താൻ ഒരു തീരുമാനമെടുത്തു, ആ ജോലി റിസൈൻ ചെയ്യണം. കൂട്ടുകാരെല്ലാം പറഞ്ഞു, എടാ ഇനി ഇതുപോലൊരു ജോലി നിന്റെ ജന്മത്തിൽ നിനക്ക് കിട്ടില്ല, നീ രക്ഷപ്പെടും, നിന്റെ തലമുറകൾ രക്ഷപ്പെടും. ഓക്കെ, ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹം തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ജോലി 3.5 ലക്ഷം രൂപയുടെ ജോലി രാജിവെച്ചിട്ട് വെറും 75,000 രൂപയുടെ ഒരു ജോലിക്ക് താൻ ജോയിൻ ചെയ്തു. അദ്ദേഹം പറയാണ്, എനിക്കിപ്പോ സമാധാനമുണ്ട്, ഞാനൊന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, മോചനം പ്രാപിച്ചു. എൻ്റെ ബുദ്ധിയെയും കഴിവിനെയും ഒക്കെ എൻ്റെ സ്ഥാപകർ എൻ്റെ മേലധികാരികൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. അതിൽ ഞാൻ മോചനം പ്രാപിച്ചു. എനിക്കിപ്പോൾ ചിന്തിക്കാൻ സമയമുണ്ട്. എൻ്റെ ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുവാൻ സമയമുണ്ട്. ധാരാളം സമയം എനിക്ക് കിട്ടുന്നുണ്ട്. പള്ളിയിൽ പോകാൻ സമയമുണ്ട്. അല്ലാതെയുള്ള കളികളിൽ പോകുവാൻ, കാഴ്ചകൾക്ക് പോകാൻ, വിനോദയാത്രയ്ക്ക് പോകാൻ, ജീവിതത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നമ്മൾ ധാരാളം അതിനുവേണ്ടി അധ്വാനിക്കുന്നു, ഓടുന്നു. നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവുകൾ, നമ്മുടെ വിദ്യാഭ്യാസം, ഇതെല്ലാം ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പണമുണ്ടാക്കുക, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. അതിലൊരു 13 വയസ്സുകാരൻ ഇങ്ങനെയാണ് മൊബൈലിലും കമ്പ്യൂട്ടറിലും ആപ്ലിക്കേഷനിലൊക്കെ ആഡ് ചെയ്ത് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, ഒരു ബാങ്ക് എങ്ങനെ റോബറി ചെയ്യാം, എങ്ങനെ കൊള്ളയടിക്കാം. അതിനുള്ള എല്ലാ പദ്ധതികളും അവൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെ മുഖാന്തരം ചെയ്യാൻ സാധിക്കുമെന്ന് അവൻ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. വെറും 13 വയസ്സ്. അവന്റെ അപ്പനും അമ്മയും പോലീസ് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് മോൻ ഇത്ര മിടുക്കനാണെന്ന്. അവന് മൊബൈലിലെ എല്ലാ കാര്യം അറിയാം, കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യം അറിയാം, സമൂഹത്തിലെ എല്ലാ കാര്യം അറിയാമെന്ന് പറഞ്ഞ് വീമ്പിളക്കിക്കൊണ്ട് നടന്ന മാതാവും പിതാവിനെയും അറസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മകൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടിരിക്കുകയാണ്. അവന് അന്താരാഷ്ട്ര കൊള്ളക്കാരുമായിട്ടൊക്കെയാണ് ബന്ധം എന്ന് മനസ്സിലാക്കുവാനിടയായത്. ഈ ഉച്ചവേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വളർത്തുന്നത്? ഒരു ആത്മീക സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, ഒരു ദൈവ ഭയം അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? നീതിയും അനീതിയും എന്തെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ സമൂഹത്തിലും കാലഘട്ടത്തിലും പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് അവരെ ചിന്തിക്കുവാൻ പഠിപ്പിക്കുന്നുണ്ടോ? സ്വാതന്ത്ര്യം, അവർക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്കും ചതിവിനും മറയാക്കിക്കൊണ്ട് സമൂഹം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരെ കൊന്നായാലും കാശുണ്ടാക്കുക, എങ്ങനെയെങ്കിലും ജീവിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം
കുഞ്ഞിനെ കൊന്നുകളയുന്ന അമ്മമാരെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഭാര്യയെ കൊല്ലുന്ന അമ്മമാരെ, ഭർത്താക്കന്മാരെ കാണാൻ സാധിക്കും. മക്കളെ കൊല്ലുന്നവര്, അമ്മയപ്പന്മാരെ കൊല്ലുന്നത്. അങ്ങനെ ഒരു ജീവിതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്നൊരു മോചനം ലഭിക്കണമെന്ന്, മനുഷ്യന്റെ ദൂഷിച്ച സ്വഭാവത്തിൽ നിന്നൊരു മോചനം ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരാളിനെ പരിചയപ്പെടുത്താം. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെ മോചനം കിട്ടുമെന്ന്, ഈ ലഹരിയിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടുമെന്ന്, മയക്കുമരുന്നിന്റെ കരാളകസ്ഥങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം കിട്ടുമെന്ന് പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വരെ ഇതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം അടിമത്തത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മോചനം പ്രാപിക്കാൻ കഴിയാതെ ഒരു കോളേജിൽ പഠിക്കുന്ന 17 പെൺകുട്ടികൾ ഒരിക്കൽ സഹായത്തിന് വേണ്ടി വിളിക്കുകയാണ്. അതിൽ 4 അധ്യാപകരും കൂടെ ഉണ്ട്. ഈ ലഹരിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു മോചനം കിട്ടണം, ഈ മാഫിയയിൽ നിന്നൊരു മോചനം കിട്ടണം. ഞങ്ങളെല്ലാം തകർന്നു. അവരെല്ലാം ഉന്നത കുടുംബങ്ങളിൽപ്പെട്ടവരാണ്. പല കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ അമേരിക്കയിലും ഗൾഫിലും ഉന്നതമായ ജോലികൾ ചെയ്യുന്നവരാണ്. അവർക്കറിഞ്ഞുകൂടെ അവരുടെ കഷ്ടപ്പെട്ട് അവർക്ക് ധാരാളം കാശ് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരിവിടെ ക്ലാസ്സിൽ കയറാതെ സ്വാതന്ത്ര്യത്തോടുകൂടെ അവരനുഭവിക്കുന്ന, അവരിച്ഛിക്കുന്ന അവരുടെ ഹിതമനുസരിച്ചുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച് അവരുടെ ഭാവി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ പവിത്രമായ ശരീരം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ചാരിത്രം വരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ബുദ്ധിയും അവരുടെ ശക്തിയും ഒക്കെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെ മോചനം കിട്ടും? ഞാൻ ചതിയിൽ പെട്ടുപോയി സാറേ, ചതിയിൽ പെട്ടുപോയി അങ്കിള്, എന്നെ ചതിച്ചതാണ്, എന്റെ കൂട്ടുകാരെന്നെ ചതിച്ചതാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ഒരു ചെറുപ്പക്കാര് എൻ്റെ നേരെ സ്നേഹം വച്ചു നീട്ടി, എന്നെ പുകഴ്ത്തി, എന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ വിചാരിച്ചു അതായിരിക്കും യാഥാർത്ഥ്യമെന്ന്. പക്ഷെ ഞാൻ ചതിക്കപ്പെട്ടു. എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവസാനമാണ് മനസ്സിലാക്കുന്നത്, ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു, വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്നൊരു മനുഷ്യൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ കാൽവറി എന്ന ആ കുലക്കളത്തിൽ വെച്ച് ഇരുകരങ്ങളും അവയെ 2 സൈഡിലേക്ക് നീട്ടിക്കൊണ്ട് പച്ച പൈൻമര കുരിശിൽ 3 നാണികളാൽ തൂക്കപ്പെടുവാനിടയായി തീർന്നു. എല്ലാവരും വിചാരിച്ചു ഇതോടെ തീർന്നു എന്ന്. ഒരു കള്ളനായ മനുഷ്യൻ ആ സമയത്ത് പറഞ്ഞു, നിന്നെ രക്ഷിക്കുക, നിന്നെ മോചിപ്പിച്ച് ഞങ്ങളെ മോചിപ്പിക്കുക. എന്നാൽ ഒരുത്തൻ പറഞ്ഞു, ഗുരു, കർത്താവേ, മെശിഹായേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. ഇന്ന് ഈ സമയത്ത് ആ വ്യക്തി നിങ്ങൾക്ക് ആത്മീക സ്വാതന്ത്ര്യം വരുത്തിയാൽ, ജീവിതത്തിൽ സ്വാതന്ത്ര്യം വരുത്തിയാൽ, അവൻ 5 ഭർത്താക്കന്മാരുണ്ടായ ഒരു സ്ത്രീ യേശു കണ്ടുമുട്ടി സംസാരിച്ച് ഏതാനും വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ പാപത്തെക്കുറിച്ച് ബോധം വരികയും ആ സ്ത്രീ രൂപാന്തരം വരികയും ചെയ്തു. അവർ ആ പട്ടണം മുഴുവനും യേശുവിന്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞവൻ. നോക്കുക, രൂപാന്തരം വന്നവർ, പലവിധമായ പാപ സ്വഭാവങ്ങളിൽ നിന്ന് രൂപാന്തരം വന്നവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ലെന്ന്, നീ ഒരിക്കലും കുണം പിടിക്കയില്ലെന്ന് അപ്പനും അമ്മയും അയൽവക്കക്കാരും അധ്യാപകരും വരെ ശപിച്ച് തള്ളിയ പലരെയും യേശുവിന്റെ അടുക്കൽ കിട്ടിയപ്പോൾ യേശു അവരെ രൂപാന്തരപ്പെടുത്തി. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ 2 ചെറുപ്പക്കാര്, അവര് ഭാര്യയും ഭർത്താവുമാണ്. അവർ 2 പേരും മെക്കാനിസത്തിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണ്. അവരുടെ വിവാഹം കഴിഞ്ഞ് പുതിയ കാറിൽ അവർ യാത്ര ചെയ്യുമ്പോൾ വിജനമായ ഒരു സ്ഥലത്തെത്തി. ആ കാറ് സ്റ്റോപ്പായി പോയി, നിന്നുപോയി. അവർ പലവിധ പണികളും നോക്കി, അവർ പഠിച്ച എല്ലാ വിദ്യകളും നോക്കി ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ നടന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വൃദ്ധനായ മനുഷ്യൻ അതുവഴി വന്ന് കാറ് നിർത്തിയിട്ട് ചോദിച്ചു, എന്താ സംഭവിച്ചത്? അത് ഞങ്ങളുടെ കാറ് നിന്നുപോയി, അത് ഓടുന്നില്ല. അപ്പൊ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, ഞാൻ എല്ലാ പണിയും നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കുറെ നേരം തർക്കിച്ചു കഴിഞ്ഞതിന് ശേഷം ആ വൃദ്ധനോട് കാറ് തൊടുവാനും അത് നന്നാക്കാൻ അനുവാദം കൊടുത്തു. പക്ഷേ ആ മനുഷ്യൻ കാറിന്റെ ബോണറ്റ് തുറന്ന് എന്തോ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇനി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാറ് ഓണായി, സ്റ്റാർട്ടായി. ഒരു മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങി. അപ്പോഴാ ചെറുപ്പക്കാരൻ ഈ വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോഴാണ് പറഞ്ഞത്, ഞാനാണ് ഫോർഡ്, കാറ് കണ്ടുപിടിച്ചയാള്. നോക്കുക, കാറിന്റെ എഞ്ചിനീയറിന്, മെക്കാനിക്കൽ എഞ്ചിനീയറിന് കഴിഞ്ഞില്ല, പക്ഷെ കാറ് കണ്ടുപിടിച്ചയാളാണ് അവിടെ നിന്ന് എന്ന് ആ ചെറുപ്പക്കാരന് മനസ്സിലായില്ല. ഇന്ന് നമ്മളിൽ പലരും ചിന്തിക്കുന്നത്, ഞാൻ എല്ലാത്തിലും വിദഗ്ധനാണ്,
ഞാൻ എല്ലാത്തിലും കഴിവുള്ളവനാണ്. പക്ഷേ നിന്നെ സൃഷ്ടിച്ച, നിന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഉണ്ടാക്കിയ ഒരുവൻ ഉയരത്തിലുണ്ട്, സ്വർഗത്തിലുണ്ട്. അവനാണ് അത്യുന്നതനായ ദൈവം. അവൻ മുഖാന്തരമാണ് സകലരും ചരിക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും ജീവിക്കുന്നതും. അവന്റെ ശ്വാസമാണ് നമ്മിലൂടെ വരുന്നത്. അവനെ കൊണ്ട് കഴിയാത്ത അവൻ നമ്മെ മെനഞ്ഞവനായ ആ സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത ഒരു ഡാമേജ് നിനക്കില്ല, ഒരു കുഴപ്പവും നിനക്കില്ല. നിന്റെ സ്വഭാവത്തിൽ നിന്ന് മോചനം, നിന്റെ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് മോചനം വേണോ? ആ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. നിന്റെ പാപ സ്വഭാവത്തിൽ നിന്ന് മോചനം വരണമോ? നിന്റെ ദുഷിച്ച മദ്യപാനത്തിൽ നിന്ന് മോചനം വരണമോ? നിന്റെ മോഷണത്തിൽ നിന്ന്, നിന്റെ ചതിയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, നിന്റെ ഗുണ്ടായുസത്തിൽ നിന്ന് ഒക്കെ നിനക്ക് മോചനം വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരിക. അവൻ മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഒരു ദിവസം വന്നു. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ ആകുന്നു എന്ന് അരുളി ചെയ്തവൻ. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് അരുളി ചെയ്ത അരുമതനായ കർത്താവ്, ആ യേശു ക്രിസ്തു നിന്നെ മാടി വിളിക്കുകയാണ്. നിനക്ക് യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുമോ? നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായങ്ങളും അതിനുള്ള സഹായങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഈ സ്വാതന്ത്ര്യ ദിനം, 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന, അനുഭവിക്കുന്ന, സന്തോഷിക്കുന്ന എല്ലാവരോടും പറയട്ടെ, നിങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അത് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, തെറ്റുകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. അത് നൽകുവാൻ സർവശക്തനായ, മരണത്തിൽ നിന്ന് പാതാളത്തെയും ജയിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് മാത്രമേ അത് നൽകുവാൻ കഴിയുള്ളൂ. ആ കർത്താവിനെ സ്വീകരിപ്പാൻ ഇന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സർവാശ്വാസത്തിന്റെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഉച്ചയായ വേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകം, രാജ്യം മുഴുവനും ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ പ്രത്യേക വേളയിൽ ഞങ്ങൾക്കും ലഭിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ച കർത്താവായിരിക്കുന്ന അങ്ങയെക്കുറിച്ച് ഈ ദേശത്തോട് പറയുവാൻ, ഞങ്ങൾക്ക് ദൈവം നൽകിയ രക്ഷയെക്കുറിച്ച് ഈ ദേശത്തോട് വിളംബരം ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം അങ്ങയുടെ ഭൃത്യന്മാരായ പ്രിയപ്പെട്ടവരെ സ്വർഗം ധൈര്യപ്പെടുത്തി, ബലപ്പെടുത്തി, സഹായിച്ചുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിനായിയുടെ സംഘാടകരായിരിക്കുന്ന സഹോദരന്മാരെ ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽക്കാലം ദാസനെ ദൈവം അനുഗ്രഹിക്കണമേ. കേൾവിക്കാരായി, ഈ ദേശത്തിലെ ബിസിനസ്സുകാരായി, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരായി, വിവിധ ജോലികളിലായിരിക്കുന്നവരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് ദൈവം വിളമ്പപ്പെട്ട ഈ സമാധാനത്തിന്റെ, ഈ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം ഇന്ന് പകൽക്കാലത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക്, ക്രിസ്തു ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ സമാധാന സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം രാത്രി പകൽക്കാലത്തിന് അവിടുന്ന് നയിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനി പ്രോഗ്രാമുകൾ പങ്കാളികളായിരിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങളെ സഹായിക്കണം. തുടർന്ന് ദൈവത്തിന്റെ കൃപ കൂടി ഇരിക്കണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ പിതാവേ.